മാനസികവുമായ ഒരുപാട് അപ്പോൾ ജീവിതത്തില് സ്വാഭാവികമായ ഒരു ഘട്ടമാണ് മെനോപോസ് എന്നുള്ളത്. അപ്പൊ ആ കാലഘട്ടത്തിൽ സ്ത്രീകൾ നേരിടുന്ന ശാരീരികവും മാനസികമായ വെല്ലുവിളികളൊക്കെ വളരെ വലുതാണല്ലേ. അപ്പൊ അതിന് ആയുർവേദത്തിനും യോഗയ്ക്കും നൽകാവുന്ന ഒരു പിന്തുണ എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. അപ്പൊ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് അറിവ് പകരാനും പ്രായോഗികമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാനുമാണ് ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ കാര്യപരിപാടികളിലേക്ക് കിടക്കാം. ഇന്നത്തെ പരിപാടിയിൽ അധ്യക്ഷ വഹിക്കുന്ന AMI വടക്കാഞ്ചേരി ഏരിയ വനിതാ കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ ശ്രീദേവി മാഡത്തിനെ ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്ന തൃശൂർ ജില്ലാ വനിതാ കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ ആര്യ മൂസിനെയും തൃശൂർ ജില്ലാ വനിതാ കമ്മിറ്റി കൺവീനർ ഡോക്ടർ ഷഹാന ജലീലിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നീട് സംസാരിക്കുന്ന ഡോക്ടർ അഞ്ജന പി, AMI വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് ആണ്. ഡോക്ടറെയും സ്വാഗതം ചെയ്യുന്നു. ഇനി ഇന്നത്തെ വിശിഷ്ട വ്യക്തി നമുക്ക് ഈ അറിവുകൾ പറഞ്ഞ് നൽകാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന ഇന്നത്തെ വിഷയാവതരണം നടത്തുന്ന ഡോക്ടർ ധന്യ S, AMI വടക്കാഞ്ചേരി ഏരിയ വനിതാ കമ്മിറ്റി കൺവീനർ ആണ്. ഡോക്ടറെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഇനി ഇന്നത്തെ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുന്നതിനും അധ്യക്ഷ വഹിക്കുന്നതിനുമായിട്ട് ഡോക്ടർ ശ്രീദേവി മാഡത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി. മാഡം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയും ഈ വിഷയത്തിന്റെ പ്രത്യേകതയും ഡോക്ടർ മീനു ഡോക്ടർ തന്നെ പറഞ്ഞു. ഈ ദിനത്തിന്റെ പ്രത്യേകത ഹെൽത്തി ഏജിങ് എന്നാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ തീം ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഹെൽത്തി ഏജിങ്ങിലെ ഒരു പ്രധാന ഘട്ടമാണ് മെനോപോസൽ സ്ത്രീകളുടെ മെനോപോസൽ ചേഞ്ചസും അതുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ. അതിന് വളരെ നല്ല രീതിയിൽ നമുക്ക് പ്രതിരോധിക്കാനും അല്ലെങ്കിൽ ആശ്വാസം ലഭിക്കുന്നതിനും അതുമായി മുന്നോട്ട് പോകുന്നതിന് യോഗയിലൂടെയും ആയുർവേദയിലൂടെയും എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, അത് മുൻകൂട്ടി തന്നെ മെനോപോസ് ആവുന്നതിന് മുമ്പ് തന്നെ എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് വളരെ ഭംഗിയായിട്ട് നമ്മുടെ സെഷൻ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ ധന്യ നമുക്ക് പറഞ്ഞു തരും. അതെല്ലാവരും പരമാവധി കണ്ട് മറ്റുള്ളവർക്ക് പകർന്നു നൽകി ആരോഗ്യ സംരക്ഷണത്തിന് ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. സമയം കളയുന്നില്ല. വളരെ വ്യക്തമായിട്ടും നന്നായിട്ടും ഡോക്ടർ ധന്യ നിർദ്ദേശങ്ങളും യോഗ പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ആസനങ്ങളും എല്ലാ കാര്യങ്ങളും എല്ലാവരും മനസ്സിലാക്കി മറ്റുള്ളവർക്ക് കൂടി ഇത് പകർന്നു കൊടുത്ത് ആരോഗ്യ സംരക്ഷണത്തിന് സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ശ്രമിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഡോക്ടറെ കണ്ടിന്യൂ ചെയ്തോളൂ. അടുത്തതായിട്ട് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് ഡോക്ടർ അഞ്ജന എ, വടക്കാഞ്ചേരി AMI വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് ഡോക്ടർ അഞ്ജനയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഡോക്ടർ മ്യൂട്ടാണ്. എല്ലാവർക്കും നമസ്കാരം. യോഗേന ചിത്തസ്യ പദേന വാച മലം ശരീരസ്യ ച വൈദ്യകേന യോഗാകരോധം പ്രവരം മുനീന പതഞ്ജലിം പ്രാഞ്ജലിരാനതോസ്മി. ഇന്ന് യോഗാചാര്യനായ പതഞ്ജലിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്ന് ഇതൊരു തുടക്കമാകട്ടെ, ഇന്ന് ഇതൊരു യോഗ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകട്ടെ, ഒരു ശീലമാകട്ടെ. അതിന്റെ ഒരു തുടക്കമായിട്ട് ഇന്നു മുതൽ നമ്മൾ എന്നും യോഗ ചെയ്ത് തുടങ്ങുകയാണ്. അതിന് എല്ലാവർക്കും ഒരു മനസ്സുണ്ടാവട്ടെ, സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പരിപാടിക്ക് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വടക്കാഞ്ചേരിയും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് വനിതാ കമ്മിറ്റി വടക്കാഞ്ചേരി ഏരിയയും കൂടി സംയുക്തമായിട്ട്
സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ട് അവർക്ക് നന്ദി പറയുകയും അവർക്ക് ഇനിയൊരു ഒരു എന്താ പറയാ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഞാൻ കൈപ്പറമ്പില് പഞ്ചായത്തിൽ പേരാമംഗലമുള്ള എൻ്റെ വീടിനടുത്തുള്ള വനിതാ യോഗയോട് ആഭിമുഖ്യമുള്ള വനിതാ പ്രതിനിധികളോടും അതുപോലെ ഞാൻ വർക്ക് ചെയ്യുന്ന പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിലെ ആശാ വർക്കർമാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരൊക്കെ വളരെ സന്തോഷം ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ തീരുമാനം തന്നെ ഉണ്ടായി. അപ്പൊ വളരെ വിദഗ്ധയായ ഡോക്ടറുടെ വിദഗ്ധമായിട്ടുള്ള ക്ലാസ് ആണ്. അപ്പൊ നിങ്ങൾ കൂടുതൽ വർത്തമാനം പറഞ്ഞ നമ്മുടെ സമയം കളയുന്നില്ല. അപ്പൊ അത് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി പറഞ്ഞത് അതുപോലെ ചെയ്യുക, ജീവിതത്തിന്റെ ഭാഗമാക്കുക. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ധന്യയെ സെഷൻ അവതരിപ്പിക്കുന്നതിനായി പ്രത്യേകം ക്ഷണിച്ചു. മാം ആശംസ പറയാൻ ആര്യ ഡോക്ടർ ഉണ്ടായിരുന്നു. ഡോക്ടറെ അത് കുഴപ്പമില്ല, എന്തായാലും ടൈം നമുക്ക് കളയണ്ട. എല്ലാ ആശംസകളും അർപ്പിക്കുന്നു, അഭിനന്ദനങ്ങളും വടക്കാഞ്ചേരിക്ക്. ഷഹന ഡോക്ടർ കയറിയിട്ടുണ്ടോ? ഷഹന ഡോക്ടറും കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ ജില്ലാ വനിതാ ചെയർപേഴ്സൺ AMI വടക്കാഞ്ചേരി തൃശ്ശൂർ ജില്ലാ ചെയർപേഴ്സൺ ഡോക്ടർ ഷഹന ക്ഷണിച്ചുകൊള്ളുന്നു ആശംസകൾ അർപ്പിക്കുന്നതിനായിട്ട്. ഡോക്ടർ ലീവ് ചെയ്തു, ഇങ്ങനെ ലെഫ്റ്റ് പോലെ കണ്ടു തോന്നിട്ടാ. അപ്പൊ നമ്മുടെ പരിപാടികള് തുടങ്ങാം അല്ലെ? ഡോക്ടറെ തുടങ്ങിക്കോളൂ. ഡോക്ടർ ധന്യയെ, ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ ധന്യയെ സെഷൻ ഓജസ് സ്ഥാപന യോഗ സെഷൻ കൈകാര്യം ചെയ്യുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട ഡോക്ടേഴ്സും അതേപോലെ ഇന്ന് ഇവിടെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും ജോയിൻ ചെയ്ത എല്ലാവർക്കും നമസ്കാരം. വളരെ വൈകിക്കാതെ തന്നെ നമുക്ക് ക്ലാസ് തുടങ്ങാം. ക്ലാസ് ഒന്നും അല്ല, ഇത് ജസ്റ്റ് ഒരു ഇനീഷ്യേഷൻ, നമ്മുടെ പെണ്ണുങ്ങളുടെ ആത്മധൈര്യം, അതേപോലെ മനോധൈര്യം, അതേപോലെ മനസ്സിന്റെ ഒരു വിഷമത അല്ലെങ്കിൽ ഡിപ്രഷൻ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം ഈ ക്ലാസ്സിൽ നിന്നാവട്ടെ. നമുക്ക് മെനോപോസ് വരുമ്പോൾ കുറെ പ്രശ്നങ്ങൾ വരും, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണതിന് മുൻപ് പ്രീ മെനോപോസൽ സ്റ്റേജിൽ ഉണ്ടാവാം, അത് കഴിഞ്ഞിട്ടുണ്ടാവാം, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വരും. ഒരു 35+ അല്ലെങ്കിൽ 40+ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെനോപോസൽ സിംറ്റംസ് അല്ലെങ്കിൽ പ്രീ മെനോപോസൽ സിംറ്റംസ് തുടങ്ങും. 50 വയസ്സിനുള്ളിൽ നമുക്ക് യൂഷ്വലി എല്ലാവർക്കും 50-55 വയസ്സിനുള്ളിലാണ് മെനോപോസ് വരിക. ചിലർക്ക് കുറച്ച് നേരത്തെ വരാം, പല വേറെ കാരണങ്ങൾ കൊണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഞാൻ ഗ്രൂപ്പിലിട്ട പോലെ മാറ്റും പില്ലോ സപ്പോർട്ടിനുള്ളതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവർക്കും നിങ്ങളുടെ വീഡിയോസ് ഓൺ ചെയ്യാം. അപ്പൊ എനിക്ക് കുറച്ചും കൂടി നിങ്ങളെ കണ്ടിട്ട് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഊർജ്ജസ്വലത തോന്നും. അപ്പൊ എനിക്കും ഒരു സന്തോഷമായിരിക്കും നിങ്ങളെ കാണാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഓൺ ചെയ്യാം, മ്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി. എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ട് ഡോക്ടറെ. ഓക്കെ, താങ്ക് യു. ഓജസ് സ്ഥാപന യോഗ എന്ന് പേരിടാൻ കാരണം നമുക്ക് ഈ സമയത്ത് നമ്മുടെ ഓജസ് എന്ന് പറയുമ്പോൾ ആയുർവേദ കമ്മിറ്റി ആൾക്കാർക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ബാക്കിയുള്ളവർക്ക് അറിയുന്നുണ്ടാവില്ല. ഓജസ് എന്ന് പറയുന്നത് നമ്മുടെ സപ്തധാതുക്കൾ, നമ്മുടെ ശരീരത്തിലെ ഒരു സപ്തധാതുക്കൾ എന്ന് പറയുമ്പോൾ രസ, രക്ത, മാംസ, മേധ, അസ്ഥി, മജ്ജ, ശുക്ര. ഇതെല്ലാം എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തെ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു വിഭാഗങ്ങൾ. അതെല്ലാത്തിന്റെയും ഒരു എസെൻസിനെയാണ് ഓജസ് എന്ന് പറയുന്നത്. ഒരു ചെറിയ എക്സാമ്പിൾ ഒരു പബ്ലിക്കിന് വേണ്ടിയിട്ട് തരാന്ന് വെച്ചാൽ, നിങ്ങൾ മണിച്ചിത്രത്താഴ് ഫിലിം കണ്ടിട്ടുണ്ടാവുമല്ലോ. അതില് മോഹൻലാൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ആരോട്? നമ്മുടെ സുരേഷ് ഗോപിയോട് പറയുന്നുണ്ട്, നിന്റെ ആ തേജസ്സും ഓജസ്സുമുള്ള ഗംഗയാണ് ഞാൻ തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ആ ഒരു ഓജസ് നമുക്ക്
ഓരോ കാലഘട്ടം അനുസരിച്ചും നമ്മുടെ പ്രായം എന്താ പറയാ കൂടുന്നതോടൊപ്പം തന്നെ നമുക്കത് കുറേശ്ശെ ആയിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അത് നമ്മുടെ ചിലപ്പോൾ പൊല്യൂഷൻ ആവാം, നമ്മുടെ സ്ട്രെസ് ആവാം, നമ്മുടെ ദൈനംദിനത്തിന്റെ എന്താ പറയാ ആക്ടിവിറ്റീസ് ആവാം, പല കാരണങ്ങളും. നമുക്ക് അസുഖം വരുന്നതിന്റെ ഒപ്പം തന്നെ ഓജസ്സിന്റെ ക്ഷയം ഉണ്ടാവാറുണ്ട്. അങ്ങനെ കുറെ കാരണങ്ങൾ കൊണ്ട് ഓജസ് നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു തേജസ്സും നമുക്ക് വയസ്സായി വരുമ്പോൾ അല്ലെങ്കിൽ ഓരോ സ്റ്റേജസ് എത്തുമ്പോൾ കുറഞ്ഞുകൊണ്ട് വരും. അപ്പൊ അത് നിലനിർത്താനാണ് നമ്മൾ ഈ യോഗ മെയിൻ ആയിട്ട് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ ഞാൻ ഇന്നത്തെ സെഷനിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 12 മിനിറ്റ്സിന്റെ യോഗ സെഷനാണ്. എല്ലാവർക്കും ഇത് ദിവസം ചെയ്യാവുന്ന 12 മിനിറ്റ്സേ ഉള്ളൂ ആകെ. അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എല്ലാ ദിവസവും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ കുറെ ചേഞ്ചസ് വരും. അത് വരുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക ഉന്മേഷവും എനർജറ്റിക് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡേ കൊണ്ടുപോകാം. അപ്പൊ എല്ലാ ദിവസവും മുടങ്ങാതെ ഈ 12 മിനിറ്റ്സ് യോഗ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിന്റെ ക്ഷീണം, തളർച്ച ഇതൊരു ലക്ഷണമാണ് മെനോപോസിന്റെ അല്ലെങ്കിൽ പ്രീ മെനോപോസിൽ അല്ലെങ്കിൽ പോസ്റ്റ് മെനോപോസൽ സ്റ്റേജിന്റെ ലക്ഷണങ്ങളാണ്. അതേപോലെ തന്നെ നമുക്ക് ഹോട്ട് ഫ്ലഷസ് വരും. ഹോട്ട് ഫ്ലഷസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മേത്താകെ ചൂട് വരിക, വയർത്തൊഴുകി ഫാൻ ഇട്ടിരിക്കുക, അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് OP-യിൽ വരുമ്പോൾ. ഇതൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇനി വരാൻ പോണ ഇതിന് 35 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ സ്ട്രെസ് വരുന്ന കാരണം ബോഡി ഹീറ്റ് കൂടാം, അല്ലെങ്കിൽ ടയേർഡ് ഫീലിംഗ് ആവാം, ചിലപ്പോൾ അയൺ ഡെഫിഷ്യൻസി ആവാം, പല കാരണങ്ങളുണ്ട്. പക്ഷെ നമുക്ക് മെനോപോസ് ഒരു ലേഡീനെ സംബന്ധിച്ചോളം ആർത്തവ ആ ചര്യകൾ കറക്റ്റായിട്ട് ഉണ്ടാവണം. അത് നിൽക്കണ സമയത്തുള്ള ആർത്തവ വിരാമത്തിന്റെ സമയത്തുള്ള ലക്ഷണങ്ങളാണ് ഇത്. അപ്പൊ ഒന്ന് ക്ഷീണം, പിന്നെ ഹോട്ട് ഫ്ലഷസ്, നമുക്ക് നല്ലോണം ചൂട് വരും ദേഹത്തില്. അപ്പൊ അതിന് വേണ്ടിയിട്ടും ഒരു പരിഹാരം ഇതിലുണ്ട് ഈ ക്ലാസ്സിൽ. അതേപോലെ ഉറക്കക്കുറവിനും നമുക്ക് ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് ഓരോ സ്റ്റേജിൽ ഇതൊക്കെ വരുമ്പോ നിങ്ങൾക്ക് തോന്നും എന്തിനാ ഞാൻ ജീവിക്കണം, ഇത്ര അധികം കഷ്ടപ്പെട്ടിട്ടും എനിക്ക് ക്ഷീണം, ഞാൻ നല്ല ഭക്ഷണം കഴിച്ചിട്ടും എനിക്കൊന്നും തിരികെ പിടിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ബ്ലഡ് ലെവൽസ് ഒക്കെ നോർമലാണ്, എന്നാലും എനിക്ക് ഒരു ഉണർവില്ല, തേജസ് ഇല്ല, അങ്ങനെ തോന്നുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് മെനോപോസ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ആർത്തവ വിരാമം സംഭവിക്കണം. ആർത്തവം എങ്ങനെയാണോ നമുക്ക് തുടങ്ങിയത് അതേപോലെ തന്നെ അത് അവസാനിക്കുകയും വേണം. അത് ഓരോ സ്റ്റേജസ് ഓഫ് ലൈഫാണ്, എസ്പെഷ്യലി ലേഡി ലൈഫ്. അപ്പൊ ഈ സെഷനിൽ ഞാൻ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എനർജി നമുക്ക് റീബിൽഡ് ചെയ്യാൻ സാധിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ ബാലൻസ് ചെയ്യാൻ, നമ്മുടെ ഹോർമോൺസിനെ ബാലൻസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള കുറച്ച് യോഗാസനാസും ഇതിൽ പറയും. പിന്നെ എങ്ങനെ ഉറക്കത്തിന് മുന്നേ നമുക്ക് ചെയ്യാവുന്ന ചില ടിപ്സും ചില കാര്യങ്ങളും നല്ല ആസനാസ് ചെയ്താൽ നിങ്ങൾക്ക് മൊത്തത്തിലുള്ള രക്തോട്ടം കൂടാനും അതേപോലെ തന്നെ നല്ല സുഖമായിട്ട് ഉറങ്ങാനും സാധിക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും നിങ്ങളുടെ വീഡിയോ ഒന്ന് ഓൺ ചെയ്ത് വെച്ചാൽ നല്ലതായിരുന്നു. നിങ്ങൾക്ക് എന്നെ കാണുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നില്ലേ? ആരെങ്കിലും ഒക്കെ ഒരു തംസപ്പ് ഇട്ടാൽ നല്ലതായിരുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോ ഇതിൽ ആർക്കെങ്കിലും താഴെ ഇരിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ചെയറിൽ ഇരിക്കാം. എപ്പോഴും നമ്മൾ യോഗ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സും ഫുൾ ക്ലിയർ ആവണം. എന്ത് പറയുന്നോ അത് അതേപോലെ ശ്രദ്ധിച്ച് കേട്ടാൽ, ഒരു ഇൻസ്ട്രക്ടർ എന്ത് പറയണോ അത് അതേപോലെ ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രമേ നിങ്ങൾക്കത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്റെ ശബ്ദം അല്ലെങ്കിൽ എന്റെ വോയിസ് എല്ലാവർക്കും റീച്ചബിൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു പ്രയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാം, 2 കൈകളും ഫേസിങ് അപ്വേർഡ്സ്, കണ്ണടയ്ക്കാം, എന്നിട്ട് 3 ദീർഘശ്വാസം വലിക്കാം. ഉള്ളിലോട്ടും പുറത്തോട്ടും 3 ദീർഘശ്വാസം. ഡീപ് ഇൻഹലേഷൻ, ഡീപ് എക്സലേഷൻ.
ഇനി നമ്മൾ ഇരിക്കുന്ന ഒരു ആസനം എന്ന് പറഞ്ഞാൽ സുഖാസനം എന്നാണ് ഇതിന്റെ പേര്. ഇതിലിരുന്ന് നമുക്ക് ഇനി ഒരു എക്സലേഷൻ ആൻഡ് ഇൻഹലേഷൻ ഒരു എന്താ പറയാ ഫോളോ ചെയ്യാം. അങ്ങനെ അനുലോമ വിലോമ എന്ന് പറയും. ഇത് നമുക്ക് നമ്മുടെ ബോഡി ആൻഡ് മൈൻഡ് ഒരേ നിലയ്ക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ്. മൊത്തത്തിൽ നമ്മൾ ഈ ട്രാക്കിൽ ഒന്ന് വരാൻ വേണ്ടിയിട്ട് ഇത് ആദ്യമായിട്ട് നമുക്ക് ചെയ്യാം. അനുലോമ വിലോമം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ജസ്റ്റ് ഞാൻ പറയാം. ഒരു മൂക്ക് അടച്ചു പിടിച്ചിട്ട് ലെഫ്റ്റ് നോസ്ട്രിൽ കൂടെ ഇൻഹേൽ ചെയ്തിട്ട് അടുത്ത മൂക്ക് ലെഫ്റ്റ് നോസ്ട്രിൽ അടച്ചു പിടിച്ചിട്ട് റൈറ്റ് നോസ്ട്രിൽ കൂടെ എക്സേൽ ചെയ്യാം. ഇങ്ങനെയാണ് അനുലോമ വിലോമം. ഇത് ആദ്യം ലെഫ്റ്റിൽ നിന്ന് വലിച്ച് റൈറ്റിലേക്ക് വിട്ട് റൈറ്റിൽ നിന്ന് ഇൻഹേൽ ചെയ്ത് ലെഫ്റ്റിലേക്ക് വിടുമ്പോഴാണ് ഒരു സൈക്കിൾ ആവാം. ഇങ്ങനത്തെ ഒരു 6 സൈക്കിൾസ് നമുക്കിപ്പോ ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും അവരവരുടെ ഒരു പേസിൽ ചെയ്യാം. ഞാനും ചെയ്യാം. ഓക്കെ, എല്ലാവരും ട്രാക്കിലേക്ക് വന്നു എന്ന് വിചാരിക്കണം. 6 സൈക്കിൾ കഴിഞ്ഞാൽ റിലാക്സ്. ശരീരത്തെ ഒന്ന് ശാന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൈക്കിൾ ചെയ്തത് കേട്ടോ. 6 സൈക്കിൾ. ഈ നമ്മള് ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് പറയാനാണ്. നമ്മള് ഡെയിലി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു ഒക്കെ ചെയ്യുന്നു. വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഇപ്പൊ ഈ ഓജസ്സിന്റെ കാര്യം പറയുന്ന പോലെ തന്നെ നമ്മൾ ഓജസ് നഷ്ടപ്പെട്ടുള്ള ആയിട്ടുള്ളൊരു ഒരേ സമയത്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ കൊണ്ട് നഷ്ടപ്പെടും. അപ്പൊ അത് തിരികെ കൊണ്ടുവരാൻ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഊഷ്മജലം അല്ലെങ്കിൽ ഊഷ്മള ജലം കഴിക്കാനാണ് ആയുർവേദം നിർദ്ദേശിക്കുന്നത്. ഊഷ്മള ജലം എന്ന് പറഞ്ഞാൽ വെള്ളം തിളപ്പിച്ചിട്ട് ആറ്റി കുടിക്കുക, അതാണ് ഊഷ്മജലം. സാധാരണ പച്ചവെള്ളം കുടിക്കാണ്ട് തിളപ്പിച്ച ആറിയ വെള്ളം കുടിക്കണം എന്നാണ് ആയുർവേദം സജസ്റ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നിങ്ങൾ എന്തായാലും അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഗ്നിശക്തിനെ കുറച്ച് വർദ്ധിപ്പിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അഗ്നിശക്തിയിൽ ഓൾറെഡി അഗ്നി സംസ്കാരം ചെയ്തൊരു വെള്ളം കുടിക്കുമ്പോൾ നമുക്കത് ലൈറ്റായിട്ട് ഫീൽ ചെയ്യും ഡൈജഷൻ. അതുകൊണ്ട് അത് ഈസി ആയിട്ട് ഡൈജസ്റ്റ് ആയിട്ട് പോകും. അപ്പൊ വെള്ളം ഡൈജസ്റ്റ് ചെയ്യാനും സമയമുണ്ട് കേട്ടോ. ശരീരത്തിൽ നമ്മൾ എന്ത് കഴിച്ചാലും അത് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ ഇങ്ങനെ ഊഷ്മള ജലം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെനോപോസിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ തടയാൻ സാധിക്കും. ഈ ഊഷ്മള ജലം കുടിക്കുന്നതിന് വേറൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോ ഒരു കുളിച്ചു തേട്ടൽ വരുന്ന ഒരു സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ ബോഡി ഹീറ്റ് കൂടുന്നതാണ്, ഹോട്ട് ഫ്ലഷസ് വരുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ഒരു ഊഷ്മള ജലം കുടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് കുറയ്ക്കാൻ അല്ലെങ്കിൽ തീരെ അവോയ്ഡ് ചെയ്യാൻ തന്നെ നമുക്ക് സഹായിക്കും. ഇനി നമുക്ക് ഹോട്ട് ഫ്ലഷസിന് വേണ്ടിയിട്ട് ഒരു പ്രാണായാമമാണ്. ശീതകാരി അല്ലെങ്കിൽ ശീതളി പ്രാണായാമം എന്നാണ് ഇതിനെ പറയുന്നത്. പലർക്കും ഇതിനെപ്പറ്റി അറിയുന്നുണ്ടാവും. എന്നാലും ഒരു പ്രാവശ്യം ഞാനിന്ന് ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പറയാം. നിങ്ങളിത് ദിവസവും ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. നിങ്ങളുടെ ഹോട്ട് ഫ്ലഷസിന് ഇത് വളരെ ഉപകാരമായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ ബോഡി ഹീറ്റ് കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഈ ബോഡി ഹീറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ കുറെ വേറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മുടി കൊഴിച്ചിലുണ്ടാവാം, കണ്ണിന് ചൂട് വരാം,
അങ്ങനെ പല കാരണങ്ങളും, പിമ്പിൾസ് വരാം, ദേഹാസകലം, മുഖത്ത് പിമ്പിൾസ് വരാം, അങ്ങനെ പല കാരണങ്ങളും കൊണ്ട് നമുക്ക് കുറെ അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. ഒരു പനി വന്നാൽ തന്നെ ഭയങ്കര ചൂടായിരിക്കും, അപ്പൊ അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടായിരിക്കും. അങ്ങനെയൊക്കെ വരുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ ഈ ശീതകാരി അല്ലെങ്കിൽ ശീതളി പ്രാണായാമം ദിവസവും ഫോളോ ചെയ്താൽ അത് വളരെയധികം ഉപകാരപ്രദമാണ്. ഇത് എങ്ങനെയാ ചെയ്യേണ്ടത് വെച്ചാൽ, ഇത് നമ്മുടെ നാക്ക് നമ്മുടെ ഈ പാലറ്റ് അല്ലെങ്കിൽ തൊണ്ടയുടെ മേലെ മടക്കി പിടിക്കാം. മടക്കി പിടിച്ചിട്ട് രണ്ട് ഭാഗത്തെ ടീത്തും അടയ്ക്കുക. എന്നിട്ട് ഉള്ളിലോട്ട് ശ്വാസം വലിക്കാം. വായെ കൂടെ ശ്വാസം വലിച്ചിട്ട് മൂക്കി കൂടെ ശ്വാസം വിടുക. ഒരു പ്രാവശ്യം ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചൊരു കൂളിംഗ് ആയിട്ടുള്ള ഒരു വൈബ്സ് നമുക്ക് കിട്ടും നമ്മുടെ ബോഡിയിൽ. ഇത് നമുക്കൊരു 8 സൈക്കിൾ ചെയ്ത് നോക്കാം. ഓക്കെ ഡോക്ടറെ, കുറച്ചും കൂടി അടുത്തൊന്നും നിന്ന് കാണിക്കാൻ പറ്റുമോ? നമ്മുടെ നാവ് പാലറ്റിൽ മുട്ടിക്കുക. അങ്ങനെ മുട്ടിക്കുക. അത് പറ്റുമല്ലോ എല്ലാവർക്കും. അത് കഴിഞ്ഞാൽ ടീത്ത് രണ്ടും ഒരുമിച്ച് അടച്ചു പിടിക്കുക. 2 പല്ലുകളും അടച്ചു പിടിക്കുക. അങ്ങനെ മുട്ടിച്ചിട്ട് അടച്ചു പിടിക്കണം. എന്നിട്ട് വായ നമ്മൾ ഓൾറെഡി കുറച്ച് തുറന്നിട്ടുണ്ട്, വായ കൂടെ ശ്വാസം വലിക്കാം. മനസ്സിലാവണ്ട? അത് മുഴുവൻ അടച്ചു പിടിക്കണമെന്നില്ല കേട്ടോ. കുറച്ച് ശ്വാസം വലിക്കുമ്പോൾ ചിലപ്പോ കുറച്ച് ഓപ്പൺ ആവും, അത് കുഴപ്പമില്ല. പുറത്തേക്ക് മൂക്കി കൂടെ വിടുക. ഇതല്ലെങ്കിൽ നമുക്ക് വേറൊരു ഐഡിയ ഉണ്ട്. നാക്ക് പുറത്തിട്ടിട്ട് 2 ഭാഗത്തെ ഫോൾഡും ഉള്ളിലേക്ക് വരുന്ന പോലെ ചെയ്യാം. അതെനിക്ക് പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ അത് കാണിക്കാത്തത്. നാക്ക് പുറത്തിട്ടിട്ട് 2 ഭാഗത്തെ ഫോൾഡും ഉള്ളിലേക്ക് പിടിക്കുക. ചിലവർക്ക് അത് പറ്റും. ഇങ്ങനെ നാക്ക് പുറത്തിട്ട് 2 ഫോൾഡും ഉള്ളിലേക്ക് പിടിക്കുന്ന പോലെ. ഇങ്ങനെ 8 പ്രാവശ്യം. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. 8 പ്രാവശ്യം 8 സൈക്കിൾ നിങ്ങളത് ചെയ്യും. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമുക്കിപ്പൊ തന്നെ ഒരു തണുപ്പ്, ഒരു ചെറിയ കുളിർമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും. അത് നമ്മുടെ ബോഡീനെ നിത്യവും ചെയ്താൽ, എല്ലാ ദിവസവും ഒരു 8 തവണയെങ്കിലും മിനിമം ചെയ്യാം. മിനിമം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന്റെ ബോഡി ഹീറ്റ് നല്ലോണം കുറയും. അതേപോലെ തന്നെ നമ്മുടെ ഡൈജഷന് ഇത് അത്യാവശ്യം സഹായിക്കും. ഈ ഗ്യാസ്ട്രിക് അൾസർ, അതേപോലെ അസിഡിറ്റി ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് ഉറക്കം കിട്ടാനതിന് വേണ്ടിയിട്ടുള്ള ഒരു വിപരീത ഗർഭി എന്ന് പറയും. അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. എന്ന് വെച്ചാൽ അത് ചെയ്യണമെങ്കിൽ നമുക്കൊരു ചുമരിന്റെ സഹായം വേണം. അപ്പോൾ ലാസ്റ്റ് ഞാൻ എന്റെ ലാപ്ടോപ്പ് തിരിച്ചു വെച്ചിട്ട് ചുമരിന്റെ സഹായത്തിൽ ഇവിടെ ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ ഞങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാം. ബട്ടർഫ്ലൈ പോസ് ഒരുവിധം എല്ലാ ആൾക്കാർക്കും അറിയുണ്ടാവും. ബട്ടർഫ്ലൈ പോസ്, ആ ബട്ടർഫ്ലൈ പോസ് നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് സുപ്ത ബദ്ധ കോണാസനയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് ബട്ടർഫ്ലൈ പോസ് ആണ്. നമുക്ക് ചെയ്യേണ്ടത് റിക്ലൈൻ ബട്ടർഫ്ലൈ പോസ് ആണ്. ബട്ടർഫ്ലൈ റിക്ലൈൻ പോസ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ബട്ടർഫ്ലൈ പോസ് ചെയ്യാം. ആദ്യം 2 സോള് കറക്റ്റ് ആയിട്ട് മുട്ടിക്കുക. 2 കാലിന്റെ അടി ഇങ്ങനെ മുട്ടിച്ചിട്ട് 2 കൈയും ഇങ്ങനെ ചേർത്ത് പിടിച്ച് കാലിന്റെ അടിയിൽ വെച്ച് ഒന്ന് അടുപ്പിച്ച് പിടിക്കാം. അടുപ്പിച്ച് പിടിച്ചതിന് ശേഷം ഒന്ന് സ്വിങ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നമ്മുടെ ബട്ടർഫ്ലൈ എങ്ങനെയാ സ്വിങ് ചെയ്യുക, അതേപോലെ സ്വിങ് ചെയ്ത് കൊടുത്താൽ ബട്ടർഫ്ലൈ പോസ് ആയി. കണ്ടോ, ഇതൊരു 16 ടൈംസ് അല്ലെങ്കിൽ 32 ടൈംസ് നിങ്ങളുടെ സ്വന്തം കൗണ്ടിങ്ങിൽ ചെയ്ത് നോക്കുക. ചിലവർക്ക് വേദന വരാം. ആദ്യമായിട്ട് ചെയ്യണവർക്കൊക്കെ വേദന ഉണ്ടാവും. ഓൾറെഡി ചെയ്യുന്നവർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യില്ല കേട്ടോ. ഈ ബട്ടർഫ്ലൈ പോസ് ചെയ്യുമ്പോ
നമ്മുടെ പെൽവിക് റീജിയൻ ഓപ്പൺ ആവും. ഇപ്പൊ PCOD ഉള്ളവർക്കൊക്കെ നിങ്ങൾക്ക് ഇത് സജസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്കൊക്കെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ മെൻസ്ട്രൽ സൈക്കിളിൽ വരുന്ന പെയിനൊക്കെ ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ആ പെയിന് തന്നെ നിങ്ങൾക്ക് വരാതെ ഇത് നോക്കും. ഈ കാര്യം സൂക്ഷിക്കുക. എന്ന് വെച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ ഓവറോൾ ആ യൂട്രസിന്റെ ഭാഗത്ത് നല്ലോണം ഫ്ലോ ഉണ്ടാവും. അപ്പൊ നമുക്ക് വാതാനുലോമനം കറക്റ്റ് ആയിട്ട് ഉണ്ടാവും ഇത് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ലേഡീസിന് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ആസനയാണ് ബദ്ധകോണാസനം എന്നാണ് ഇതിനെ പറയാം. ഇനി നമുക്ക് മെനോപോസ് ആവുമ്പോൾ അല്ലെങ്കിൽ മെനോപോസ് ആവുന്നതിന് തൊട്ട് മുന്നേ ചെയ്യേണ്ട റിക്ലൈൻ പോസ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അത് കടന്നിട്ടാണ് ചെയ്യുന്നത്. എല്ലാവരും മാറ്റ് കൊണ്ടുവന്നിട്ട് വിചാരിക്കുന്നു. മാറ്റിന്റെ മേലെ ജസ്റ്റ് ഒന്ന് കിടക്കുക. എന്നിട്ട് നമ്മൾ ബട്ടർഫ്ലൈ പോസിന് വേണ്ടിയിട്ട് 2 കാലും എങ്ങനെയാണോ പിടിച്ച് അതേപോലെ പിടിക്കുക. പിടിച്ചില്ലേ? നമ്മുടെ കൈ വേണമെങ്കിൽ നമുക്ക് മേലെ വെക്കാം. ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് 1 2 3 4 5 6 7 8. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതാണ് റിക്ലൈൻ ബട്ടർഫ്ലൈ പോസ്. നമ്മള് കിടന്നിട്ട് ഇങ്ങനെ ചെയ്യും. കിടന്നിട്ട് ചെയ്യുമ്പോഴും നമ്മുടെ പെൽവിക് റീജിയന്റെ ആ ഭാഗം നല്ലോണം വൈഡ് ഓപ്പൺ ആവും. അപ്പൊ നമുക്ക് നമ്മുടെ ഇവിടുത്തെ മസിൽസ്, ബാക്ക് മസിൽസ് ഒക്കെ നല്ലോണം സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. ബാക്ക് പെയിൻ ഉള്ളവർക്ക് ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആയിട്ട് ഒരു ആസനമാണ് ഇത്. ഇതാണ് ബട്ടർഫ്ലൈ പോസ്. ഇതും ഒരു 10 to 12 ടൈംസ് ചെയ്യും. അത് കാല് നീട്ടി വെച്ച് നമ്മൾ ബട്ടർഫ്ലൈ റിക്ലൈൻ പോസ് ആണ് ഇപ്പൊ ഞാൻ പഠിപ്പിച്ചത്. നമ്മൾ ചെയ്യുമ്പോൾ കൈ രണ്ടും മേലേക്ക് വയ്ക്കാൻ പറ്റാത്തവർക്ക്, ഇനിയിപ്പോ ഷോൾഡർ പെയിൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് 2 കൈയും നമ്മുടെ അബ്ഡോമനിൽ വെച്ചിട്ട് ശ്വാസം ശ്രദ്ധിച്ചാലും മതി. ശ്വാസം ശ്രദ്ധിക്കണമെന്നില്ല, ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യുക, ശ്വാസം ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ ശരീരത്തിലെ ഓജസ് വേണ്ടോളം നമുക്ക് റീഫോർമേഷൻ നടക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ നിങ്ങൾ ചുമരിന്റെ ഭാഗത്തേക്ക് നിങ്ങളെ ഒന്ന് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുക. ചുമരിന്റെ ഭാഗം നിങ്ങളുടെ മാറ്റ് കുറച്ച് അടുപ്പിച്ചിട്ട് ചുമരിന്റെ ഭാഗത്തേക്ക് ഇടുക. ഓക്കെ, ഞാനൊരു കുഷ്യന്റെ സഹായം വേണമെന്ന് പറഞ്ഞിരുന്നു. ഇതാണ് കുഷ്യൻ. കുഷ്യൻ ഇതിനോട് ചേർത്ത് അടുപ്പിച്ച് വെക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? ഉണ്ട് ഡോക്ടറെ, ഉണ്ട് ഉണ്ട്. മാക്സിമം ചേർന്നിരിക്കുക. എന്നിട്ട് 2 കാലും മേലേക്ക് വെക്കുക. അതാണ് നമ്മൾ ചെയ്യാൻ പോണത്. എന്നിട്ട് നില കടക്കുക. ഓക്കെ, ഇതാണ് വിപരീത കർണി എന്ന് പറയുന്ന യോഗാസനം. ഇത് അത്ര ഈസി ആവില്ല സ്റ്റാർട്ടിങ്ങില്, പക്ഷെ എന്നാലും നിങ്ങളത് ദിവസവും ചെയ്തു കഴിഞ്ഞാൽ
നിങ്ങളുടെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് നല്ലോണം ബ്ലഡ് ഫ്ലോ ഉണ്ടാവും. ബ്ലഡ് ഫ്ലോ ഉണ്ടാവുമ്പോൾ എന്താ ഗുണം വെച്ചാൽ നമുക്ക് നല്ല ഉറക്കം വരാത്തവർക്ക്, സ്ട്രെസ് ഉള്ളവർക്ക് നല്ല റിലാക്സേഷൻ ആയിരിക്കും. നമ്മുടെ നാഡീ വ്യൂഹത്തിലൊക്കെ വളരെ നല്ല ഒരു ഫോഴ്സ് ആണ് അത്. വിപരീത കറന്റ്. നേരത്തെ പറഞ്ഞ പോലെ കൈ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ അബ്ഡോമിനൽ റീജിയനിൽ വെക്കാം, അല്ലെങ്കിൽ കൈ മേലെ. ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇങ്ങനെ ഒരു 3 minutes നിങ്ങളുടെ ശ്വാസം മേലോട്ടും താഴോട്ടും പോണത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, ഫീൽ ചെയ്യും. മെല്ലെ നമുക്ക് ചെയ്യാം. ഇപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കാൻ പറ്റാത്തവർക്ക് ഇങ്ങനത്തെ ഒരു പൊസിഷൻ ആയാലും ഓക്കെയാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ചിലപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് കാല് വെക്കാൻ പറ്റുണ്ടാവില്ല. അപ്പൊ കാല് ഇങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. ഈ മെല്ലെ ആ പൊസിഷനിൽ വന്നതിന് ശേഷം, ഇത് കുറച്ച് ടഫാണ്, എന്നാലും ഇത് ചെയ്യാൻ പറ്റുന്നവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയഭാഗത്തിലേക്ക് നല്ലോണം രക്തോട്ടം വരും. അതേപോലെ തന്നെ കാലുകൾ മേലെ വയ്ക്കുന്നതോടൊപ്പം നമ്മുടെ കാലുകൾക്ക് നല്ല ശക്തി ഉണ്ടാവും. ഈ ബാക്ക് ഫ്ലോ ഉണ്ടാവുന്നത് തന്നെ നമുക്ക് വെരിക്കോസ് വെയിന് നല്ലതാണ്. അതേപോലെ നമുക്ക് ഓവറോൾ കാലുവേദന, ചിലർക്ക് എപ്പോഴും കാല് കഴപ്പാണ്, എപ്പോഴും നിന്നിട്ടുള്ള ജോലി ചെയ്യണവർക്ക്, സ്പെഷ്യലി ലേഡീസ് നമ്മൾ നിൽക്കുന്നവരാണ്, കൂടുതലും അടക്കളയിൽ പണിയെടുക്കുന്നവരാണ്, നടക്കുന്നവരാണ്, ഓടുന്നവരാണ്, ബസ് പിടിക്കുന്നവരാണ്, അങ്ങനെ കുറെ പേരുണ്ടാവുമല്ലോ അതില്. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ കാലുകൊണ്ട് നമ്മൾ ചെയ്യണം. അപ്പൊ ഈ കാല് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു കോഴ്സാണ് ഇത്. പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് ഉറങ്ങുന്നതിന് 5 minute മുന്നെയാണ്. അപ്പോ നിങ്ങളുടെ കട്ടിലിൽ കടന്നിട്ട് തന്നെ നിങ്ങൾക്ക് കടയ്ക്കാൻ ഒരു ചുമരുമ സപ്പോർട്ട് ചെയ്തിട്ട് അഞ്ച സുഖമായിട്ട് കടയ്ക്കാമ കടന്നിട്ട് തന്നെ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നല്ല ഉറക്കം ഒരു ഡൗട്ട് ചോദിക്കട്ടെ? അപ്പൊ നമ്മളിത് ഫുഡ് കഴിച്ചിട്ട് എത്ര നേരം കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യാൻ പറ്റുക? ആക്ച്വലി നേരത്തെ കഴിക്കണം എന്നാണ് പറയുക. അപ്പൊ ഫുഡ് ഒരു 8:30 കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 10 മണിക്ക് കിടക്കൂലോ, ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാം. 5 minute ചെയ്യാവുന്ന ഒരു സിമ്പിൾ പ്രൊസീജിയറാണ്. അത് ചെയ്യാൻ ഒരു തെറ്റുമില്ല, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇനി നമ്മൾ നേരത്തെ ചെയ്ത, ഇനി അടുത്തതും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നമ്മൾ നേരത്തെ ചെയ്ത ബദ്ധകോണാസനത്തിന്റെ പൊസിഷൻ എടുക്കുക. ഈ പൊസിഷൻ എടുത്തിട്ട് 2 കൈയും ഇങ്ങനെ പിടിച്ചാലും മതി, കുഴണ പോലെ പിടിച്ചാൽ മതി. എന്നിട്ട് മാക്സിമം ഫോർവേഡ് ബെൻഡിങ് ചെയ്ത് നമ്മുടെ തല ഗ്രൗണ്ടിലേക്ക് മുട്ടി. ഈ ഒരു പൊസിഷനിൽ ഒരു 2 to 3 minutes നിൽക്കാം. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വൈഡ് ഓപ്പൺ ആകുന്നതും അതേപോലെ തന്നെ ഇവിടെ സ്ട്രെച്ച് വരുന്നതുകൊണ്ട് നല്ല വേദന ഉണ്ടാവും. പക്ഷെ പറ്റാവുന്നവർക്ക് അത് ഇത്രേ പറ്റുള്ളൂ എന്ന് ഇത്രയും ചെയ്യാം. എന്നിട്ട് ഒരു 2 minutes വെയിറ്റ് ചെയ്യാം, എന്നിട്ട് തിരിച്ചു വരിക. ഓക്കെ, ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് ഫുള്ളായിട്ട് ചെയ്യാം. നമുക്ക് ഈ പെൽവിക് റീജിയനിന് താഴോട്ടുള്ള ഭാഗമാണ് നമ്മളിപ്പോ കോൺസെൻട്രേറ്റ് ചെയ്ത് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഇരിപ്പ് ആർക്കെങ്കിലും പറ്റാത്തവരുണ്ടെങ്കിൽ ഈ എക്സസൈസ് ഒന്നും ഫലപ്രദമാവില്ല. ഞാൻ ഇരുന്നാൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ.
ഇനിയിപ്പോ അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല, ചമ്പടം പണിഞ്ഞിരുന്നിട്ടാണ് ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ അങ്ങനെയും ട്രൈ ചെയ്തോളൂ. മെല്ലെ മെല്ലെ ദിവസവും ഈ കാലൊന്ന് വൈഡ് ഓപ്പൺ ചെയ്തിട്ട് 2 സോൾസും ഇങ്ങനെ പിടിച്ച് കാല് കണ്ടാവും. ഫുൾ കംപ്ലീറ്റ് മാറ്റിലേക്ക് ആയതിനു ശേഷം നിങ്ങൾക്ക് തലമുട്ടിക്ക്. അങ്ങനെ ഒരു 2 minutes നിങ്ങൾ ചെയ്ത് നോക്കാം. ഈ കാല് രണ്ടും ഇങ്ങനെ കൂട്ടി പിടിക്കാണ്ട് ഇങ്ങനെ ചെയ്യാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാൻഡ്സ് ഫോൾഡ് ചെയ്ത് ബാക്കിൽ പിടിക്കാം. ബാക്കിൽ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യും. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടോ? കുറച്ച് വിഷമാണ്. യൂഷ്വലി ജെൻസിന് നല്ല വിഷമം ഉണ്ടാവും, കുറച്ചും കൂടി വിഷമം ഉണ്ടാവും. എന്നുവെച്ചാൽ ഈ ഭാഗം അത്ര ഓപ്പൺ ആവില്ല നിങ്ങൾക്ക്. നമുക്ക് ഈ പ്രസവം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സ്ത്രീകൾക്ക് കുറച്ചും കൂടി വൈഡ് ഓപ്പൺ ആണ് പെൽവിസ്. എല്ലാ പാർട്ടിസിപ്പൻസിനും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആരെങ്കിലും ഒരു റിപ്ലൈ പറഞ്ഞ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഓക്കെ, ശ്രീദേവി മാം എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ മ്യൂട്ട് ആണ്. കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിലും ട്രൈ ചെയ്താൽ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കറക്റ്റ് ആണ്, അത് കറക്റ്റ് ആണ്. ട്രൈ ചെയ്താൽ എന്തും സാധിക്കും. നമ്മളിപ്പോ പഠിച്ചതൊക്കെ ഇത് ആവർത്തിച്ച് ചെയ്യണോ അതോ ഒരു പ്രാവശ്യം 2 മിനിറ്റ് അങ്ങനെയാണോ? ഞാനിപ്പോ പറയാൻ പോണേ. ഒന്നുകിൽ കൗണ്ട്സ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ മിനിറ്റുകൾ ഞാനിപ്പോ പറയാം, അതിനനുസരിച്ച് ചെയ്യാം. അപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞു തന്നത് സുഖാസനത്തിൽ ഇരുന്നിട്ട് നമ്മുടെ ബ്രീതിങ് കൺട്രോൾ ചെയ്യാന്നാണ്. അത് നമുക്ക് ഏകദേശം ഒരു 4 to 5 minutes നിർബന്ധമായിട്ട് ചെയ്യാം. കാരണം ഒരു 6 rounds എങ്കിലും നമ്മൾ അനുലോമ വിലോമ ചെയ്യുക. ആദ്യം ദീർഘശ്വാസം 3 പ്രാവശ്യം എടുക്കുക. അത് കഴിഞ്ഞിട്ട് അനുലോമ വിലോമ ഒരു 6 rounds ചെയ്യും. ഓക്കെ, സുഖാസനത്തിൽ ഇരുന്ന് ചെയ്യാനത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊരു പ്രിപ്പറേഷൻ ആണ്, നമ്മുടെ ബോഡി ശാന്തമാക്കാൻ വേണ്ടിയിട്ട്. ഇത് ആക്ച്വലി ഈ ഒരു ടൈം ഞാൻ തെരഞ്ഞെടുത്തത് എന്താ കാരണം വെച്ചാൽ നമുക്ക് ഈവനിങ് ടൈമിൽ ചെയ്യാവുന്ന ഒരു യോഗാസനാസ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഈവനിങ് ടൈമിൽ. പക്ഷെ ബെസ്റ്റ് ഞാൻ നേരത്തെ ഗ്രൂപ്പിൽ ഇട്ട പോലെ ഒരു 6 o'clock, നിങ്ങളിപ്പോ 8 o'clock ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ 2 മണിക്കൂറെങ്കിലും നിങ്ങൾ സോളിഡ് ഫുഡ്സ് കഴിക്കാൻ പാടില്ല, കഴിച്ചു കഴിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ കടക്കാൻ പോകുന്ന സമയത്താ ചെയ്യണേന്ന് വെച്ചാൽ നിങ്ങൾ 8 മണിക്ക് കഴിക്കാന്ന് വെച്ചാൽ 10 മണിക്ക് നിങ്ങൾ ഇതൊക്കെ ചെയ്യാൻ പോകും. കടക്കാൻ പോകുമ്പോ മറ്റേത് മാത്രമേ ചെയ്യണുള്ളൂ എന്ന് വെച്ചാൽ അങ്ങനെ തന്നെയാണ്. അപ്പൊ എങ്ങനെയായാലും കുഴപ്പമില്ല. സോളിഡ് ഫുഡ്സ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൈജഷൻ സ്ലോ ആയിരിക്കും. അപ്പൊ നമുക്ക് അഗ്നി നഷ്ടപ്പെടുന്ന സമയമായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര മടി തോന്നുന്ന ഒരു സമയമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എംപ്റ്റി സ്റ്റമക്കാണ് ഇരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ ബെനിഫിറ്റ്സ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡേറ്റ് ആയിരുന്നു ചെയ്യാം. ഇനി അത് 4 to 5 minutes ഞാൻ പറഞ്ഞു, 4 to 6 minutes. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് വിപരീത കണ്ണി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് 4 minutes ആണ് മിനിമം ചെയ്യേണ്ടത്. 4 minutes കാല് മേലോട്ട് വെച്ച് ഒരു 40 എന്താ പറയാ, നമ്മളിപ്പോ കാല് എങ്ങനെ വേണി വെക്കാം, മുട്ട് മടക്കിയിട്ടും വെക്കാം, മേലോട്ടും വെക്കാം. എങ്ങനെ വെച്ചാലും ഒരു 40 counts വരെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ 40 breaths വരെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്താ പറയാ മെല്ലെ മെല്ലെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാം. 40 breaths വരെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ അത് സ്പീഡ് ബ്രെത്ത്സ് ഉള്ളവർക്കാണ് 40. അല്ലെങ്കിൽ ഒരു 10 breath നല്ല ഡീപ്പ് ഇൻഹലേഷൻ ചെയ്യണവരാണെച്ചാൽ 10 breath ആവുമ്പോഴേക്കും തന്നെ ഏകദേശം നമുക്കൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യും. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ പെട്ടെന്ന് ചെയ്യണ കാരണം ഇതൊന്ന് സെറ്റായി വരണമെങ്കിൽ തന്നെ കുറച്ച് സമയം എടുക്കും. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി കുറെ വിഷമതകളും കാര്യങ്ങളൊക്കെ ബോഡിയിൽ ഉള്ളതുകൊണ്ടാണ് ഫാസ്റ്റ് ബ്രീതിങ് വരിക. ഫാസ്റ്റ് ബ്രീതിങ് വരുമ്പോൾ ഒരു 40 breaths നമുക്ക് ചെയ്യാം, റിലാക്സ് ആവണം. 4 minutes ആണ് അതിന്റെ ടൈം.
പിന്നെ ഞാൻ സുപ്തബദ്ധ കോണാസന പഠിച്ചത് ഇത് റിക്ലൈൻ പോസ്, ബട്ടർഫ്ലൈ റിക്ലൈൻ പോസ് കടന്നിട്ട് അത് നിങ്ങൾ 3 മിനിറ്റ് ആണ് ചെയ്യേണ്ടത്. അത് 3 മിനിറ്റ് ആണ് ചെയ്യേണ്ടത്. ഇനി ലാസ്റ്റ് ശവാസനം ഉണ്ട്. ശവാസനം എങ്ങനെയാ വെച്ചാൽ നമ്മൾ കിടക്കാൻ പോവല്ലേ, അപ്പൊ നമ്മൾ കിടക്കണ ആ ഒരു പൊസിഷനിൽ കിടക്കുക. ശവാസനം ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിത് രാവിലെ ഇരിക്കുമ്പോഴും നിങ്ങൾക്ക് ഇത് ചെയ്യാം, ഒരു എക്സ്റ്റൻഷൻ ചെയ്യാം. രണ്ട് കൈയും ഇങ്ങനെ വെക്കുക, കാലുകളെ രണ്ടും സ്ലോ ആയിട്ട് വെറുതെ വിടുക, രണ്ട് സൈഡിലേക്കും കാലുകൾ ഡ്രോപ്പ് ചെയ്ത് വിടുക. എന്നിട്ട് വെറുതെ നിങ്ങളുടെ ശ്വാസം നോക്കുക. ശ്വാസം മുകളിലോട്ട് വലിക്കുമ്പോൾ വയറ് മേലോട്ട് വരും, ശ്വാസം പുറത്തേക്ക് ഇടുമ്പോൾ വയറ് അകത്തേക്ക് വരും. ഓക്കെ, അങ്ങനെ ഒരു 3 പ്രാവശ്യം ചെയ്യുക. എന്നിട്ട് മെല്ലെ നമ്മുടെ കാലുകൾ രണ്ടും ബാക്കിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കാലിലോട്ട് ആ ഭാഗത്തേക്ക് ഒന്ന് പുഷ് ചെയ്യും. എന്നിട്ട് മേലേക്ക് ഇങ്ങനെ കാല് പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യും. കാല് മേലോട്ട് താഴേക്ക് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം വെച്ചാൽ നമുക്ക് മസിൽ ക്രാംസ് വരാതെ നമുക്ക് നോക്കാൻ പറ്റും. എക്സ്റ്റൻഷനും ഫ്ലെക്ഷനും ആണിത്. ആങ്കിൾ ജോയിന്റ്സിന്റെ എക്സ്റ്റൻഷനും ഫ്ലെക്ഷനും നമ്മൾ നിൽക്കുമ്പോൾ ചെയ്യണ പോലെ തന്നെ കിടക്കുമ്പോഴും ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. പിന്നെ ഇതേപോലെ തന്നെ കൈ മേലെ പിടിച്ചിട്ട് മേലേക്ക് നമ്മൾ ഒരാള് വലിക്കുന്ന പോലെ നമുക്ക് ഫീൽ ആവും. അതേപോലെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം, അതേപോലെ റിലാക്സ്. വീണ്ടും മേലേക്ക് വലിക്കുന്ന പോലെ നമ്മൾ ചെയ്യാം, എന്നിട്ട് റിലാക്സ് ആവും. ഇങ്ങനെ ഒരു 3-4 ടൈംസ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറെ നേരം നമ്മുടെ ശ്വാസം കൺട്രോൾ ചെയ്ത് ബ്രെത്ത് നമ്മുടെ കൺട്രോളിൽ വരുന്ന വരെ നമുക്കൊരു 18 ടൈംസ് ബ്രീത്ത് ഇൻഹലേഷൻ ചെയ്തതിനു ശേഷം കിടക്കിയത് ഇരിക്കാം. രാവിലെ 5 അല്ലെങ്കിൽ സുഖമായിരിക്കും. ഇങ്ങനെയാണ് നമുക്ക് ശ്വാസം ചെയ്യുന്നത്. ഇതിന്റെ ഒരു ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി 1 to 5 minutes എടുക്കാം. നമുക്ക് ഉറക്കത്തിലേക്കാണ് പോകുന്നത് വെച്ചാൽ അങ്ങനെ ഉറങ്ങാം. അല്ലെങ്കിൽ നമ്മൾ രാവിലെ ഇരിക്കാനുള്ള പൊസിഷൻ വെച്ചാൽ നമ്മൾ ഇതൊക്കെ ചെയ്ത് ചെറുതായിട്ട് നമുക്കൊരു റിലാക്സേഷൻ കിട്ടുമ്പോൾ ഒരു ഉന്മേഷമൊക്കെ തോന്നുമ്പോൾ നമ്മൾ ഇരിക്കും. ഇതാണ് ഒരു 12 മിനിറ്റ്സ് യോഗ എന്ന് ഞാൻ പറഞ്ഞത്. ഇതിൽ 12 മിനിറ്റ്സ് ആയോ? നിങ്ങൾ ആരെങ്കിലും എഴുതിയെടുത്തിട്ടുണ്ടോ? 12 മിനിറ്റ്സ് ആയോ? ശ്രദ്ധിച്ചോ? ആരും എന്താ ഒന്നും പറയാത്തത്? ശ്രീദേവി മാം 12 മിനിറ്റ്സ് ആയോ? 12 മിനിറ്റ്സിലും കൂടുതലായോ? ഓക്കെ, അത് മതി. 12 മിനിറ്റ്സിലേക്ക് നമ്മളത് എത്തിച്ചാൽ മതി. അപ്പൊ ഡെയിലി ചെയ്യാമോ? ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മെനോപോസിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നല്ലോണം കുറവുണ്ടാവും, അല്ലെങ്കിൽ അത് മൊത്തത്തിൽ നമുക്ക് പോകും. അതേപോലെ തന്നെ നമ്മുടെ തേജസ് വീണ്ടെടുക്കാൻ ഈ ആസനകളൊക്കെ സഹായിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഡയറ്റില് നിങ്ങൾ പ്രത്യേകം ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഡയറ്റാണ്. പ്രത്യേകം നിങ്ങൾ കൂളിംഗ് വാട്ടർ റെസിപ്പീസ് അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള റെസിപ്പീസ് ഞാൻ പറഞ്ഞു തരാം. ഒന്ന് ധാന്യകം, ജീര, വെള്ളം. ധാന്യകം എന്ന് പറഞ്ഞാൽ മല്ലിയും ജീരകവും ഇട്ട വെള്ളം. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ നമ്മുടെ ഡൈജഷനും നല്ലതാണ്, ബോഡി ഹീറ്റ്, ഹോട്ട് ഫ്ലഷനും നല്ലതാണ്. അപ്പൊ ഇത് മാറി നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ഇപ്പൊ കേരളത്തിലെ സംബന്ധിച്ചോളം ഇപ്പൊ നല്ല മഴക്കാലമുണ്ട്, അതേപോലെ നല്ല ചൂടുണ്ട്. അപ്പോ നിങ്ങൾ മാറി ചൂടോടെ ഉഷ്ണജലം മറക്കരുത്, ഉഷ്ണജലം തന്നെ കുടിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ടെൻഡർ കോക്കനട്ട് കുടിക്കാം, അല്ലെങ്കിൽ കോക്കനട്ട് വാട്ടർ. നമ്മുടെ തേങ്ങാ വെള്ളത്തില് പുതിന ഇട്ടിട്ട് ഒരു ഇല പുതിന അതിലിട്ടിട്ട് കുറച്ചു നേരം എടുത്ത് വയ്ക്കാം, എന്നിട്ട് അത് കുടിക്കും. അതും വളരെ കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ ബോഡിയുടെ അസിഡിറ്റി ആക്ഷൻസ് ഒക്കെ കുറയ്ക്കാനും
നല്ല രീതിയിൽ നമുക്ക് ഡൗൺവേർഡ് മൂവ്മെന്റ് ഓഫ് വാത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഗ്യാസ്ട്രിക് ഉള്ളവർക്കൊക്കെ ഫ്ലാസ്പിലൻസ് ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ കീഴ്പോട്ടുള്ള വായു കുറെ ഉള്ളവരുണ്ട്, അവർക്കൊക്കെ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. തണുത്ത വെള്ളം എന്ന് പറയുമ്പോൾ നിങ്ങൾ റെഫ്രിജറേറ്റഡ് ആയിട്ടുള്ള വെള്ളം ഒരിക്കലും കുടിക്കരുത്. നമ്മൾ വിചാരിക്കും നമുക്ക് നല്ല ചൂടാണ്, ഒന്ന് തണുത്ത ഐസിട്ട വെള്ളം കുടിച്ചാൽ നല്ല സുഖം ഉണ്ടാവും. ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ ഊഷ്മളജലം കുടിച്ചാൽ മാത്രമാണ് നമ്മുടെ ബോഡി നമ്മളെ താങ്ക് യു ചെയ്യുള്ളൂ. നമ്മൾ റെഫ്രിജറേറ്റഡ് ആയിട്ട് കുടിച്ചാൽ നമ്മുടെ സെൻസ് ഓർഗൻസ് മാത്രമേ നമ്മളെ ഹെൽപ്ഫുൾ താങ്ക് യു പറയുള്ളൂ. മനസ്സിലായോ? സെൻസ് ഓർഗൻസ് പറഞ്ഞാൽ നമ്മൾ നാവ്, നമ്മുടെ ചിലപ്പോൾ തൊണ്ടയും പണി കിട്ടും, ചിലപ്പോൾ സൗണ്ട് പോകും, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ഊഷ്മളജലം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോഡി ഓൾവേസ് താങ്ക് യു എന്ന് നമ്മളോട് പറയും. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 12 മണി തൊട്ട് 2 മണി വരെയുള്ള സമയത്ത് ഉച്ചയ്ക്ക് ആ സമയത്ത് തീരെ റെഫ്രിജറേറ്റഡ് വെള്ളം കുടിക്കാൻ പാടില്ല. എന്താ കാരണം? ആർക്കെങ്കിലും പറയാൻ പറ്റും? ഡോക്ടേഴ്സ് അല്ലാത്ത ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്താ കാരണം? എന്തുകൊണ്ടാണ് 12 o'clock to 2 PM നമ്മൾ റെഫ്രിജറേറ്റഡ് വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് പറയുന്നത്? ഊഷ്മളജലം കുടിക്കാം, അതേപോലെ മണ്ണിലിട്ട വെള്ളം, മൺകുളത്തിലുള്ള വെള്ളമൊക്കെ കുടിക്കാം. മാക്സിമം നിങ്ങൾ അത് എന്താ പറയാ, നല്ലോണം തിളപ്പിച്ചിട്ട് മൺകുളത്തിൽ ഒഴിച്ച് വെച്ചാൽ മതി എന്നാണ് എന്റെ അഭിപ്രായം. ഇന്നത്തെ കാലഘട്ടത്തിൽ കുറെ നമുക്ക് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസസ് ഒക്കെ വരുന്നുണ്ട്, രോഗങ്ങൾ വരുന്നുണ്ട്, പകർച്ചവ്യാധി രോഗങ്ങൾ. അപ്പൊ അതിനൊക്കെ നമ്മൾ നോക്കണമെങ്കിൽ വെള്ളത്തില് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ ഫോളോ ചെയ്യും. അപ്പോ ഈ 12 to 2 PM നമ്മൾ കഴിക്കാൻ പാടില്ല എന്ന് പറയണതിന് ഒരു കാരണം ആരും പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. ഒന്ന്, നമ്മുടെ പിത്തം നല്ലോണം ഹൈയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് നമ്മൾ റെഫ്രിജറേറ്റഡ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അഗ്നി ശാന്തമാവും, അല്ലെങ്കിൽ അത് നശിക്കും. നമുക്ക് പിന്നെ ഭക്ഷണം കഴിക്കുന്നൊന്നും പെട്ടെന്ന് ഡൈജഷൻ നടക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ടൈമിൽ ഭക്ഷണം ഇങ്ങനെ കുടിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മൾ ഒരു ടൈമിലും റെഫ്രിജറേറ്റഡ് വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ആയുർവേദത്തിൽ പറയണത്. അല്ലെങ്കിൽ നിങ്ങൾ മൺകുടത്തിൽ വെള്ളം തിളപ്പിച്ച് ആറി വെള്ളം ഒഴിച്ചു വെക്കുക, എന്നിട്ട് കുടിക്കുക, അല്ലെങ്കിൽ ഊഷ്മളജലം മാത്രമായിട്ട് കുടിക്കുക. അപ്പൊ നമുക്ക് ഒരിക്കലും അസിഡിറ്റിയുടെ പ്രശ്നം വരില്ല. പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു 40+ ഇതിലെ ആൾക്കാരുണ്ടെങ്കിൽ, സ്ത്രീകൾ ഉണ്ടെങ്കിൽ, അവർക്ക് ഏറ്റവും നല്ലത് ശതാവരി പാലാണ്. ശതാവരി എന്ന് പറഞ്ഞാൽ ഒരു ശതാവരി കിഴങ്ങ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ആസ്പറാഗസ് എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ പ്രസവാന്തര ചികിത്സകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ഒരു ലേഡീസ് ടോണിക് തന്നെയാണ് അതിനെ പറയുന്നത്. അപ്പൊ ശതാവരിയുടെ പൗഡർ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതൊരു ടീസ്പൂൺ ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള മിൽക്കിൽ കലക്കി കുടിക്കാം. രാത്രി കിടക്കുമ്പോൾ നിങ്ങൾക്ക് കുടിക്കാം, അതാണ് ഏറ്റവും നല്ലത്. അതില് ശതാവരി ചൂർണം മാത്രമല്ല, ഒരു ഏലക്ക പൊട്ടിച്ചിട്ടിട്ട് കുടിച്ചാലും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ടൈമില്. എസ്പെഷ്യലി ഈ ഹോട്ട് ഫ്ലഷസ് വരുന്ന സമയത്ത്, നിങ്ങൾക്ക് ടെൻഷൻ വരുന്ന സമയത്ത്, ഉറക്കമില്ലായ്മയുള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് ഇതൊരു ഗ്ലാസ് രാത്രി കുടിച്ചു നോക്കൂ. ഉന്മേഷം എവിടെന്നാ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. രാവിലെ എണീക്കുമ്പോൾ നല്ല ഫ്രീ ആയിട്ട് തോന്നും, ഹാപ്പി ആയിട്ട് തോന്നും, ശരീരത്തിലെ വേദനകളൊക്കെ ഒന്ന് കുറഞ്ഞ പോലെ തോന്നും. അപ്പൊ ഇതൊരിക്കലും നിങ്ങൾ മിസ് ചെയ്യാതെ ഈ ഒരു ഗ്ലാസ് പാലില് ശതാവരി പൗഡറും ഒരു ഏലക്കായും ഇട്ട് കഴിച്ചാൽ വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പൊ ഇതില് ഞാൻ മെയിനായിട്ട് ഈ ഒരു സെഷൻ കഴിയുന്നതോടൊപ്പം എൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ 3 കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. ഒന്ന്, നമുക്ക് തണുപ്പുള്ള സാധനങ്ങളൊന്നും മാക്സിമം ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ മെനോപോസൽ ഏജ് ഗ്രൂപ്പിൽ കഴിക്കാൻ പാടില്ല. ഒന്ന്, ഐസ് വാട്ടർ, തണുത്ത തൈര് കഴിക്കാൻ പാടില്ല. എസ്പെഷ്യലി രാത്രി കഴിക്കാൻ പാടില്ല. ഇതന്നെയാണ് കാരണം. ഒന്ന്, നമ്മുടെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദഹനശക്തി കുറയും, അപ്പൊ നമുക്ക് കഴിക്കാൻ പാടില്ല. അതാണ് അതിന്റെ മെയിൻ റീസൺ. പിന്നെ മധുരം വളരെ നല്ലതാണ് ഈ ഒരു സമയത്ത്. മധുര പലഹാരം എന്ന് പറയുമ്പോൾ പഴവർഗ്ഗങ്ങള് അതേപോലെ ഡേറ്റ്സ് 1 or 2 കഴിക്കുന്നത് എല്ലാ ദിവസവും നല്ലതാണ്. ഇത് നമ്മുടെ ശർക്കര ഉപയോഗിച്ച്, പഞ്ചസാര ഒഴിവാക്കി ശർക്കര ഉപയോഗിച്ചാൽ നല്ലതാണ്. പനം കൽക്കണ്ടം നല്ലതാണ്. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾക്കും കഴിക്കാം. ഇത് നമ്മുടെ ഓജസ്സിനെ വീണ്ടും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കും, അല്ലെങ്കിൽ നമ്മുടെ എനർജി ലെവൽസിനെ ഇത് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും. പിന്നെ ഞാൻ പ്രത്യേകിച്ച് എന്റെ ഒരു ലൈഫിൽ ഞാൻ ഫോളോ ചെയ്ത ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ കുമ്പളങ്ങ ജ്യൂസാണ്. അത് പ്രത്യേകിച്ച് ഞാൻ എന്റെ വീട്ടിലും ട്രൈ ചെയ്തിട്ടുണ്ട്. പൈൽസ് വരുമ്പോഴും അതുപോലെ ബോഡി ഹീറ്റ് വരുമ്പോഴും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും
നമ്മള് ഈ ആഷ്ഗോൺ ജ്യൂസ്, കുമ്പളങ്ങ ജ്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഹെൽപ്ഫുൾ ആണ്. നല്ലോണം ബോഡി തണുത്ത് നമ്മുടെ സ്കിൻ ടോണിന് തന്നെ ഒരു വ്യത്യാസം വരും. ഈ പറഞ്ഞ പോലെ ഒരു തേജസ്സും ഓജസ്സും ഒക്കെ നമുക്ക് തിരിച്ച് കിട്ടും. പിന്നെ മധുര തിക്ത ആഹാരങ്ങൾ, തിക്തം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് നമ്മുടെ ശരീരത്തിലെ തണുപ്പ് കൂട്ടാൻ വേണ്ടി സഹായിക്കും. അപ്പൊ കൈപ്പയ്ക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഹോട്ട് ഫ്ലഷസ് ഉള്ള സമയത്ത് കൈപ്പയ്ക്ക ഉപ്പേരി കഴിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാം മധുരമായിട്ട്. എന്താ പറയാ, ചോറും കൈപ്പയ്ക്കുപ്പേരി. മധുരരസം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ അരിയൊക്കെ അതിൽ പെടുന്നതാണ്, ഗോതമ്പും പെടുന്നതാണ്. അപ്പൊ അതിനുള്ള ഫർദർ ക്ലാസ്സസ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ടോട്ടൽ ഡയറ്റിന് വേണ്ടിയിട്ട് തന്നെ എങ്ങനെ നമുക്ക് ഫോളോ ചെയ്യാം, നല്ല നല്ല ഡയറ്റ് ടിപ്സ്, അതൊക്കെ നമുക്ക് വീണ്ടും അടുത്ത സെഷനിൽ കവർ ചെയ്യാം. അപ്പൊ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ്, ഇന്നത്തെ നമ്മൾ ചെയ്ത എന്താ പറയാ ഈ യോഗാസനാസും പ്രാണായാമം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെങ്കിൽ വേറെ എന്ത് സംശയവും മെനോപോസ് റിലേറ്റഡ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ചോദിക്കാം. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പീരിയഡ്സിന്റെ സമയത്ത് നമുക്കിത് ചെയ്യാൻ പറ്റുമോ? പീരിയഡ്സിന്റെ സമയത്ത് നല്ല ഫ്ലോ ഉള്ള സമയത്ത് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. പക്ഷെ പീരിയഡ്സ് വരാൻ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ട്, അല്ലെങ്കിൽ വൈകി എന്ന് വെച്ചാൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പീരിയഡ്സ് വരും. പീരിയഡ്സിന്റെ ആ ഒരു 2 days ഫ്ലോ നമുക്ക് ചെയ്യാൻ. ആക്ച്വലി നമുക്കൊരു 40+ ആയി കഴിഞ്ഞാൽ പീരിയഡ്സിന്റെ ഫ്ലോ ഒക്കെ ഒന്ന് കുറയും. പക്ഷെ ചിലവർക്ക് അത് കൂടാനും സാധ്യതയുണ്ട്. DUB അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവർക്ക് കൂടാനും സാധ്യതയുണ്ട്. ആ സമയത്ത് ഇത് ചെയ്യരുത്. നമ്മൾ ഫസ്റ്റ് ഫ്ലോ കുറച്ചിട്ടാണ് ഇത് ചെയ്യാൻ പാടുള്ളത്. പക്ഷെ നമ്മൾ ആ നേരത്തെ പറഞ്ഞ സംഭവം ഇല്ലേ, കാല് നീട്ടി വെച്ച വിപരീത കർമ്മി, അത് നിങ്ങൾക്ക് ചെയ്യണേന് കുഴപ്പമില്ല കേട്ടോ. അതൊരു 5 minutes ചെയ്താൽ കുഴപ്പമില്ല. 3 minutes ആക്കാം, വേണമെങ്കിൽ ചെറുതാക്കാം. പീരിയഡ്സിന്റെ ടൈമിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബോഡി പെയിൻ ഒക്കെ ഉണ്ടാവുമല്ലോ, ബാക്ക് പെയിൻ ഒക്കെ ഉള്ളവർക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് പെയിൻ കുറയും. വേറെ എന്തെങ്കിലും സംശയം? മീനു ഡോക്ടറെ. ഡോക്ടറെ എന്തായി, ഓക്കെ അല്ലേ? ഡോക്ടറെ വളരെ നന്നായിരുന്നു സെഷൻ. ആർക്കെങ്കിലും കൂടുതൽ സംശയങ്ങളുണ്ടോ? ചോദിക്കുന്നതിന് മടിയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഹലോ, ചോദിച്ചോളൂ. ചോദിക്കും. ഹലോ, കേൾക്കാം, ചോദിച്ചു. ഹലോ, ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, കേൾക്കാമോ ഡോക്ടർ? ഈ മെനോപോസ് കഴിഞ്ഞതിന് ശേഷേ BP-യും വളരെയധികം ചേഞ്ച് വന്നിട്ടുണ്ട്, വെയിറ്റും കുറച്ച് കൂടിയിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും നമ്മൾ ഫുഡ് വളരെ കൺട്രോൾഡ് ആയിട്ടാണ് കഴിക്കണമെങ്കിൽ പോലും വെയിറ്റ് ഒട്ടും കുറയുന്നില്ല. ചോറ് ഒരു നേരെ കഴിക്കണുള്ളൂ, അത് ഒരു പിടി ചോറേ ഉണ്ണുന്നുള്ളൂ. ഇനി ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാം എന്നൊന്ന് പറഞ്ഞു കിട്ടിയാൽ. എത്ര വയസ്സായി മാമിന്? 58. 58 ആയി. ഓക്കെ. മോഷൻ ഒക്കെ കറക്റ്റ് ആണോ? ഓ, നല്ലതാണ്. ഞാൻ നന്നായി ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട്, വെജിറ്റബിൾസും കഴിക്കുന്നുണ്ട്. പക്ഷെ വെയിറ്റ് ഒട്ടും കുറഞ്ഞിട്ടില്ല. ഈ മെനോപോസ് കഴിഞ്ഞ 2 കൊല്ലം കൊണ്ട് ഞാൻ 6 കിലോ കൂടി. ഇന്ന് കാണിച്ച BP ഉണ്ട്, ഇപ്പൊ അതിന് മരുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് കാണിച്ച എന്തെങ്കിലും അഡ്വൈസ് ഉണ്ടോ? ഇന്ന് കാണിച്ച ഏതെങ്കിലും എക്സസൈസസ് റെഗുലർ ആയിട്ട് ചെയ്യാറുണ്ടോ? ഹലോ, ഹലോ, ഇന്നിപ്പോ ഞാൻ കാണിച്ചില്ലേ, ആ, അതിൽ ഏതെങ്കിലും നിങ്ങൾ റെഗുലർ ആയിട്ട് ചെയ്യാറുണ്ടോ? ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതില് വിപരീതകരണി മാത്രമാണ് ഞാൻ ചെയ്യാത്തൊരു സംഭവമുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു 3 മാസത്തോളായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. മറ്റേ സുപ്ത പദ്മകോണാസനൊക്കെ ചെയ്യാറുണ്ട് അല്ലെ? ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗുഡ് ഗുഡ്. അപ്പൊ മാമിന് ആക്ച്വലി ഫ്ലെക്സിബിലിറ്റി എനിക്ക് അറിയണ്ടായിരുന്നില്ലേ വിപരീതകരണി, ആ ചുമരുമേ അതെ അതെ കാല് വെച്ചിട്ടുള്ള ചെയ്യണത് ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. അതെനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അതൊരു നല്ലൊരു സംഭവമാണെന്ന്. അത് നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂട്ടാൻ വളരെ അധികം സഹായിക്കും. നല്ലതാണല്ലേ? ഓക്കെ. അതെ അതെ. അപ്പൊ നമുക്ക് ഓൾറെഡി നമ്മള് BP ഒക്കെ ഉള്ള ആൾക്കാർ അത് ഹെൽപ്ഫുൾ. ശീതളി പ്രാണായാമം ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. BPക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ് ശീതളി പ്രാണായാമം. ഞാൻ രാവിലെയാണ് ചെയ്യുന്നത്. അത് 2 നേരം അത് മാത്രം. ഈ ശീതളി പ്രാണായാമം 2 നേരം ചെയ്യുന്നതുകൊണ്ട് ബെനിഫിറ്റ് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ടോ? അതോ
ഉണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന സമയവും നിങ്ങൾ എത്ര പ്രാവശ്യം കറക്റ്റ് ആയിട്ട് ചെയ്യണോ എന്നുള്ളതിലാണ് കണക്ക്. അല്ലാണ്ട് 2 പ്രാവശ്യം 5 പ്രാവശ്യം ഞാൻ ചെയ്തു, ഫാസ്റ്റ് ആയിട്ട് ചെയ്തു, അതില് ബോഡി ബെനിഫിറ്റ് ആവില്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്താൽ അത് 1 പ്രാവശ്യം ചെയ്താലും ബോഡി ബെനിഫിറ്റ് ആവും. ഓക്കെ. ഇതിപ്പോ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓർമ്മേനെയൊക്കെ ബാധിച്ചു തുടങ്ങിയോന്നൊക്കെ തോന്നുന്നു. ഈ 2 കൊല്ലം നമ്മള് ഈ വിപരീതകാരണി ചെയ്യുമ്പോ 56 വയസ്സിലാണ് എനിക്ക് മെനോപോസ് ആയതേ. നമ്മൾ ഈ വിപരീതകാരണി ഇപ്പൊ മാം ചെയ്യാത്ത ഒരു സംഭവം ഉണ്ടല്ലോ, അത് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ടിന് നല്ല ബ്ലഡ് ഫ്ലോ കൂടാൻ സഹായിക്കും. കേൾക്കുന്നുണ്ടോ? പറയൂ. കട്ടാവുന്നുണ്ട് ഇടയ്ക്ക്. കൂടാൻ സഹായിക്കും. അപ്പൊ അത് കൂടുന്നതോടൊപ്പം തന്നെ നമ്മുടെ ബ്രെയിനിലും അത്യാവശ്യം ബ്ലഡ് ഫ്ലോ വരും. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ വെച്ചാൽ നമുക്ക് മെമ്മറിക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആണ്. അതേപോലെ ഞാൻ ശതാവരി മിൽക്കിന്റെ കാര്യം പറഞ്ഞല്ലോ, അത് മാം നിർബന്ധമായിട്ടും കഴിക്കാം. ശതാവരി മിൽക്ക് ഞാനിപ്പോ പറഞ്ഞില്ലേ, കേൾക്കുന്നില്ല. മഴ കാരണമായിരിക്കും, ശ്രദ്ധിക്കണം. ശതാവരി പൊടി ഇട്ടിട്ട് മിൽക്ക് കുടിക്കാൻ പറഞ്ഞിരുന്നു. അതെനിക്കത് എത്ര എങ്ങനെയാന്നുള്ള അത് കിട്ടിയില്ല. ഞാൻ ജസ്റ്റ് കേട്ടു എന്നല്ലാതെ ഈ കട്ടാവുന്നോണ്ടേ. ഓക്കെ, ശതാവരി പൗഡർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് 1 ടീസ്പൂണ് പാലും വെള്ളത്തില് ഡൈല്യൂട്ടഡ് മിൽക്കില് രാത്രി 1 ഗ്ലാസ് കുടിക്കാം. നമ്മുടെ വീട്ടിലുള്ളത് ഉപയോഗിക്കാൻ പാടില്ല അല്ലെ ശതാവരി? കിഴങ്ങ് നേരെ ഉപയോഗിക്കണമെങ്കിൽ അത് എന്താ വെച്ചാൽ കുറച്ച് അധികം പ്രോസസ്സാണ്. അതിന്റെ മൊരി കളഞ്ഞ് അത് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം പാലിലിട്ട് തിളപ്പിക്കാം. കേൾക്കണില്ലേ? ഹലോ, ഞാനൊരു കാര്യം ചെയ്യാം, ഞാനിത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഞാൻ പറഞ്ഞ റെസിപ്പീസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് സംശയം വരില്ല കേട്ടോ. നമ്മുടെ വീട്ടിലെ ശതാവരി ഉണ്ട്, അപ്പൊ അതിന്റെ കിഴങ്ങ് അങ്ങനെ നേരെ ഉപയോഗിക്കാൻ പാടോ? പാടും, കുഴപ്പമൊന്നുമില്ല. അത് എങ്ങനെയാ ചെയ്യണ്ടേന്ന് ഞാൻ പറഞ്ഞുതരാം. ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ. താങ്ക് യു മാഡം, താങ്ക് യു. ആർക്കെങ്കിലും സംശയങ്ങളുണ്ടോ? സംശയങ്ങൾ ഇല്ലാന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മുടെ ഗ്രൂപ്പുകളിൽ ചോദിക്കാം കേട്ടോ. സഹയോഗ ഗ്രൂപ്പ് ഉണ്ട് നമുക്ക്. അതിൽ നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. റോഷ്നി ഡോക്ടർ ഉണ്ടോ? ഡോക്ടർ, അതിന് മുമ്പ് ഒരു കാര്യം ലാസ്റ്റ് പറഞ്ഞോളൂ ഡോക്ടർ, പറഞ്ഞു. താങ്ക്സ് പറയണമായിരുന്നല്ല. ഇത്രയും സമയം ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേട്ടവർക്ക് എന്റെ ഒരു വലിയ താങ്ക്സ്. എന്നുവെച്ചാൽ എനിക്ക് ഈ ഒരു ടൈമിൽ ഒരു 12 മിനിറ്റ്സ് യോഗ തന്നെയാണ് പഠിപ്പിക്കാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ അത് വൃത്തിയായിട്ട് പഠിപ്പിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് എന്തൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടായിരുന്നു മെയിൻ ആയിട്ട് ഞാൻ ഈ സെഷൻ കവർ ചെയ്തത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് വീണ്ടും ആഗ്രഹമുണ്ട് നിങ്ങളുടെ അടുത്ത് ഇതേപോലെ ഫ്രീ ക്ലാസ് ചെയ്യണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഡൗട്ട്സ് ഉള്ളതൊക്കെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. താങ്ക് യു സോ മച്ച് AMI വടക്കാഞ്ചേരി ഏരിയ ആൻഡ് വനിതാ കമ്മിറ്റി തൃശ്ശൂർ ജില്ല. താങ്ക് യു. വളരെ നന്നായിരുന്നു കേട്ടോ ക്ലാസ്. താങ്ക് യു മാഡം. ഇതൊക്കെ വെച്ചാൽ കുറെ ഈ യോഗ പറഞ്ഞതൊക്കെ അറിയുന്നത് തന്നെയാണ്. ആണ് പ്രത്യേകിച്ചൊന്നും പറയാണ്ടിരുന്നത്. ചെയ്യണതുമാണ്. മാം എന്തായാലും ചെയ്യുന്നത് എനിക്കറിയാം മാം. ഡോക്ടേഴ്സ് ഈ ഗ്രൂപ്പിൽ ഡോക്ടേഴ്സ് ഉള്ളവരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടാവും. അതെ, അതുപോലെ തന്നെ പബ്ലിക്കും നല്ലോണം യോഗ ചെയ്യുന്നവർ കുറെ പേര് ഉണ്ടാവുമല്ലോ ഇതിൽ തന്നെ. അതെ. നമ്മള് മെയിൻ ആയിട്ട് മെനോപോസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കുറച്ച് ആസനാസും ശീതളി പ്രാണായാമം അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നോളജ് ഷെയറിംഗ് മാത്രം. നന്ദി. മീനു ഡോക്ടറെ വിളിച്ചോളൂ. റോഷ്നി ഡോക്ടറെ, അപ്പൊ എല്ലാവർക്കും നന്ദി.